നമ്മൾ അന്ന് വിൽക്കുമ്പം ഈ മേടിച്ച് കൊഴിക്കാൻ വരുന്നവർ നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ആണുങ്ങള്. ആണുങ്ങൾ മോശമായിട്ടൊന്നല്ല, ഒരു ചിരി, ഒരു പഞ്ചാര ചിരിയൊക്കെ ഉണ്ടാവും എപ്പോഴും. ചിലരൊക്കെ ഒന്ന് തട്ടും മുട്ടുമൊക്കെ ചെയ്യും. ഈ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കൈ തൊടുമ്പോ ഈ 13 സെക്കൻഡ് നോക്കുമ്പോ കേസാണെന്ന് പറയുന്ന ഒരു സംവിധാനം ഒന്നില്ല. പക്ഷെ അതിനപ്പുറത്ത് ഈ തെറി വിളിക്കുമ്പോഴാണ് അയാള് മോശം തോന്നുന്നത്. നമ്മളപ്പോ മാറ്റ് വിൽക്കുന്നു, നമ്മൾ അങ്ങനത്തെ സമ്പാദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഈ പൈസ പൈസ ഒന്നും എന്റെ കയ്യിലല്ല. പൈസ കാണുന്നില്ല എന്നൊരു പ്രശ്നം വരുന്നത് അതിന്റെ ഇടയ്ക്കാണ്. അതിനിടയ്ക്കാണ് അയാള് കുറച്ച് കുപ്പി ഒന്നിച്ചു വിറ്റായിരുന്നു. കുപ്പി ഒന്നിച്ചു വിറ്റുവിട്ട് അവിടെ കൊണ്ടുവച്ചായിരുന്നു. ഈ പണ്ടൊക്കെ പൈസ സൂക്ഷിച്ചു വയ്ക്കുക, നമ്മുടെ ഈ കൈതോലപ്പായി ചുറ്റിയിട്ട് ഇങ്ങനെ ഒരു കയറിൽ കെട്ടി തൂക്കും, അപ്പൊ കുഴല് പോലെ ഇരിക്കും. അപ്പൊ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് അതിന്റെ അടിയിലേക്ക് വെക്കുക, രഹസ്യമാണ് ഉള്ള കറക്റ്റായിട്ട് റൗണ്ടിന്റെ ഉള്ളിൽ വെച്ച് അത് പരസ്യമായി പൈസ. ഇയാൾ രഹസ്യമായിട്ട് എന്തിനാ വെച്ചിരുന്നത്? ഇയാൾക്ക് കുറെ പെണ്ണ് കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ അറിയാം. അയാള് പോയി കഴിഞ്ഞപ്പോഴേ തന്നെ ഒരു ദിവസം അയാള് എന്താ പറയാ, അയാളെക്കാളും 10 വയസ്സിന് കൂടെയുള്ള ഒരു സ്ത്രീയുടെ കൂടെയാണ് അന്ന് അയാളെ ഒരു ദിവസം ഞാൻ കണ്ടത്. ഞാൻ പിന്നെ അയാളെ ഒരു കുപ്പിയും കൊണ്ട് അയാളെ വീട്ടിലേക്ക് കയറിപ്പോയി. ഞാൻ അതിന്റെ പിന്നാലെ പോയി അവരവിടെ എന്താ ചെയ്യണമെന്ന് നോക്കാൻ പോയില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും വേറൊരു ഇതായിട്ട് ജീവിച്ചു. വിഷമം തോന്നിയില്ലേ എന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ? എന്റെ ഭർത്താവ് എന്ന് പറയാൻ അതെന്റെ ഭർത്താവാണെന്നുള്ള ബോധ്യം പോലും എനിക്കുണ്ടായിരുന്നു. അതായത് എന്താ പറയാ, നമ്മള് ഒരു കാട്ടിലകപ്പെട്ടാൽ അവിടുത്തെ പഴം ഇതൊക്കെ കിഴങ്ങുകളൊക്കെ കഴിച്ച് നമ്മൾ ജീവിച്ചു പോയില്ലേ, ആ ജീവിച്ചു പോണ ഒരു ആ മരത്തിനോട് എന്ത് പ്രണയം.